ഹായ് ഫ്രണ്ട്സ്, DDVLOGSിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി രീതിയിലുള്ള കപ്പയും മീനിൻ്റെ ഒരു പുഴുക്കാണ്. പ്രത്യേകിച്ച് ആരും ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പരീക്ഷണമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്പെഷ്യൽ പുഴുക്ക് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട്. കപ്പയും ഇത് മീനാണ്, ചൂര മീൻ. അപ്പം ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ എങ്ങനെയാണ് ഈ പുഴുക്ക് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഈ കപ്പ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിപ്പോൾ മീനൊന്ന് കട്ട് ചെയ്തെടുക്കാം വൃത്തിയാക്കി. മീൻ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ കഷ്ണങ്ങൾ മാത്രം എടുത്ത് നല്ല ദശയുള്ള പീസുകൾ മാത്രം, പിന്നെ തലയും മറ്റുള്ള ഭാഗങ്ങളൊന്നും വേണ്ട. ഈ പീസുകൾ മാത്രം മതി നമുക്കിത് റെഡിയാക്കാനായിട്ട്. ഈ പുഴുക്ക് തയ്യാറാക്കാനായിട്ട് കപ്പ നമുക്ക് ഒരു കലത്തിലേക്ക് ഇടാം. ഒരു കലത്തിൽ അടുപ്പിലാണ് നമുക്ക് വേവിക്കാൻ. അപ്പോൾ ഈ കപ്പ മുഴുവനായിട്ട് ഈ കലത്തിലേക്ക് ഇടാം. ഇതിലേക്ക് ആവശ്യമുള്ള മസാല നമുക്ക് കുറച്ച് ഇഞ്ചി വേണം. ഇത് ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കണം. ഈ ചതച്ച ഇഞ്ചി ഈ കപ്പയിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കണം. ഉള്ളി ചതച്ചിട്ടുണ്ട്. ഈ ഉള്ളി ചതച്ച് നമുക്ക് ഈ കപ്പയിലിട്ട് വെക്കാം. ഇത് കാന്താരി മുളകാണ്, വീട്ടിലെ കാന്താരി മുളക്. ഇതും കൂടെ ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കാം. ഇനി ഈ മീന് നമുക്ക് ഈ കപ്പയുടെ പുറത്തോട്ടിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് നമ്മൾ പുഴുങ്ങിയെടുക്കണം. നെല്ലിക്ക വലുപ്പത്തിലുള്ള കുറച്ച് പുളി എടുത്ത് അത് പിഴിഞ്ഞ് അതിൻ്റെ പുളി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പുളി വെള്ളം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിത് അടുപ്പിൽ വയ്ക്കണം. എന്തോന്ന് നോക്കാം. തിളയ്ക്കുന്നതേ ഉള്ളൂ. തീ നല്ല പാടുപെട്ട്, മഴ സമയമാണ്, തീയിടാൻ നല്ല പാടുപെട്ടിട്ടുണ്ട്. അപ്പം തിളച്ച് വരുന്നു, വെന്തില്ല. കുറച്ചുകൂടെ നോക്കാം. ഈ കപ്പ വെന്തിട്ടുണ്ട്. ഇപ്പോൾ കപ്പയും മീനും കൂടെ വെന്ത് നല്ല മണം വരുന്നുണ്ട്. ഇതിനെ ഇനി ഒന്ന് ചട്ടിയിലിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കണം. ഇതിപ്പം മീനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. കപ്പ അര വേവായിട്ടുണ്ട്. നമ്മളിനി ഇനിയാണ് ഇതിൻ്റെ മെയിൻ പരിപാടി വരുന്നത്. ഇത് പ്രിപ്പയർ ആയിട്ടില്ല, കുക്കായിട്ടില്ല. പക്ഷേ കപ്പ പകുതി വെന്തിട്ടുണ്ട്, മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ചട്ടിയിലിട്ട് വേറെ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്ത് എടുക്കണം, പുഴുക്കാക്കി എടുക്കണം. ചട്ടി വെച്ചൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി, അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഉള്ളിയാണ്, ചെറിയ ഉള്ളി കട്ട് ചെയ്ത് പീസാക്കിയത്. ചെറിയ ഉള്ളി, പച്ചമുളകാണ്, 5-6 പച്ചമുളക് കീറിയത്, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതിലേക്ക് ഈ കപ്പയും മീനും കൂടി ഇട്ട് കൊടുക്കും. കുറച്ച് മഞ്ഞപ്പൊടി,
കുറച്ച് മുളക് പൊടി, കുറച്ച് കറിവേപ്പില ഇപ്പം ഇളക്കിയെടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറാൻ ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം. നമ്മുടെ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിങ്ങെടുക്കാം, വാങ്ങിയെടുക്കാം. ഇപ്പോൾ പുഴുക്കെല്ലാം നല്ല ഉടഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. അത് നല്ല മണം വരുന്നുണ്ട്. അടിപൊളി മീനിൻ്റെയും കപ്പയുടെയും നല്ലൊരു മീനിൻ്റെയും കപ്പയുടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്ക് ഇതൊരു വേറൊരു ഇലയിലേക്ക് മാറ്റാം. നമുക്കിതൊന്ന് ഇലയിലോട്ട് കോരി വയ്ക്കാം. അപ്പം നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. നല്ല ആവി പറക്കാം. ടേസ്റ്റ് കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കപ്പയുടെയും മീനിൻ്റെയും കാന്താരി മുളകിൻ്റെയും പുളിയൊക്കെ ചേർന്നിട്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട, ഒരു മാസം തന്നെ മതി. സൂപ്പർ ടേസ്റ്റായിരുന്നു. മഴ സമയത്ത് ഇതുപോലെ ഒന്നുണ്ടാക്കി കഴിച്ചു നോക്കും, സൂപ്പറാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. ഇതാ മഴ സീസണാണ്. മഴയിൽ ഇതുപോലൊരു നല്ലൊരു ഐറ്റം വേറെ ഇല്ല. കപ്പയും മീനും പുളിയൊക്കെ ചേർന്നിട്ടുള്ള അടിപൊളി കപ്പപ്പുഴുക്ക്.